അമ്മോ, ആർട്സിന്റെ സ്പോർട്സിന്റെ ഡേറ്റ് അറിഞ്ഞു നീ? ഇല്ലടി, ഞാൻ അറിഞ്ഞില്ല. റെഡ് ഹൗസ് ആയാൽ മതിയായിരുന്നു അല്ലേടി? ശരിയാ, ആ ഹൗസാ എല്ലാ പ്രാവശ്യം ഫസ്റ്റ് അടിക്കാറ് അല്ലേ? അത് ശരിയാടി, ആ ഹൗസ് തന്നെ വിജയിക്കുക. അതിലിപ്പോ ടാലന്റഡ് ആയിട്ടുള്ളവര് അധികം അടങ്ങാനുള്ളത് റെഡ് ഹൗസിലാ തോന്നുന്നു. എനിക്കറിയില്ല, നമ്മുടെ സ്കൂളിൽ എല്ലാ പ്രാവശ്യവും റെഡ് ഹൗസ് മാത്രമല്ലേ ജയിക്കാറുള്ളത്. കലോത്സവമൊക്കെ എത്ര പെട്ടെന്നല്ലായത്, എത്ര പെട്ടെന്ന് സ്കൂൾ തുറന്നത്. ഓ, എല്ലാം പെട്ടെന്ന്. ഇനി എന്നൊരു വെക്കേഷൻ വരിക അല്ലേ? ഓണൊന്നും ആയിക്കിട്ടിരുന്ന സമാധാനായിരുന്നു. നമുക്ക് വെക്കേഷന് പോവായിരുന്നല്ലോ. ശരിയാ. ചേച്ചിയോ? ചേച്ചി, നീ എന്താണ് കളർ ഡ്രസ് ഇട്ടിട്ട്? എന്റെ ചേച്ചി, അതൊക്കെ വലിയ കഥയാ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. എടി, നിനക്കിപ്പോ ക്ലാസ് അല്ലേ? എനിക്ക് പീറ്റിയാ. നിനക്കെന്താ ക്ലാസ് അല്ലേടി? പോയി ക്ലാസ്സിൽ പോയിരിക്കടേ. എന്താണ് കളർ ഡ്രസ് ഇട്ടോണ്ട് നടക്കുന്നേ? നീ ആരെ പഠിച്ചില്ലേ? അതിപ്പോ ചേച്ചി, ഒരു കാര്യത്തിൽ പറഞ്ഞാൽ എനിക്ക് പണി കിട്ടിയതാ. പക്ഷെ കളർ ഡ്രസ് ഇട്ടപ്പോ എനിക്ക് മനസ്സിനൊരു സന്തോഷം. എന്ത് പണി? എന്ത് നിന്റെ യൂണിഫോമിനെ പറ്റി? നീ അതെന്ത് പകുതിക്ക് അയച്ചു വെച്ചേ? വീട്ടിൽ നിന്ന് വന്നപ്പോ യൂണിഫോം ആയിരുന്നല്ലോ, എന്താടി? എന്റെ ചേച്ചി, ഞാനൊരു കുട്ടിയുമായി വഴക്കുണ്ടാക്കി. അപ്പൊ അവളെ ഒരു ബക്കറ്റ് വെള്ളം കോരി എന്റെ തലക്കൂടെ ഒഴിച്ചു. നല്ല കഥ. ആരെ ഒഴിച്ചേ? പാത്തോണോ? നീ അവളെ ഒഴിച്ചു കാണും. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കഴിഞ്ഞ വെക്കേഷന് നമ്മളെല്ലാവരും ബലൂൺ അടിച്ചു കഴിഞ്ഞത്. അതുപോലെ നീ കളി കളിച്ചായിരിക്കും. അതൊന്നുമല്ല ചേച്ചി, ഇത് സീരിയസ് സംഭവം. ഞാനേ ഒക്കെ വീട്ടിലെത്തിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ ഏതായാലും ക്ലാസ് ഉള്ളതല്ലേ, ഞാൻ പോട്ടെ. അല്ല, അവിടെ നിൽക്കി നീ പറഞ്ഞിട്ട് പോ. അതൊക്കെ ഞാൻ പിന്നെ പറയാം ചേച്ചി. ഇപ്പൊ ക്ലാസ് തുടങ്ങി കാണും, ഞാൻ പോട്ടെ. ചേച്ചി ഇവിടെ പേട്ടി നോക്കിയിരിക്കും. എങ്ങനെയാടി പേട്ടി നോക്കിയിരിക്കുക? അല്ല, നിനക്ക് ഏതായാലും ഉഷാറായല്ലോ, കളർ ഡ്രസ് ഇട്ട് മിനിങ്ങ. ശരിയാ, എന്നാ ഞാൻ ക്ലാസ്സിൽ പോട്ടെ. അല്ല, നിങ്ങൾക്ക് എന്താ വിഷയം? IT ആണ്. ഞാൻ പോട്ടെ, ലാബ് പോവാനുള്ളതാ. പാത്തു, ഇങ്ങോട്ട് വാ, ഇവിടെ ഇരിക്കാം. എല്ലാവരോടും റോൾ നമ്പർ അനുസരിച്ചിരിക്കുക. മിസ്സേ, അങ്ങനെ വേണോ? അതെ അനുശ്രീ, അത് അത്യാവശ്യമാണ്. അനുശ്രീ, രണ്ടും ഞാൻ. അവള് റോൾ നമ്പർ 1, ഞാൻ 2. അപ്പൊ അവള് തന്നെ എന്റെ അടുത്ത്. എന്തോ ഒരു കഷ്ടമായത്. നീയോ? എന്തായി? ഞായറാഴ്ച വെള്ളമൊക്കെ ഉണങ്ങിയോ? ഒച്ചോ, ഡ്രസ് മാറ്റിയോ? നിനക്ക് വട്ടാണോടി? ചില സമയത്ത് ദേഷ്യപ്പെട്ട് സംസാരിക്കും, ചില സമയത്ത് എന്താ ചിരി. നിനക്ക് ശരിക്കും നിനക്ക് ഞങ്ങളോട് വെറുപ്പാ, തേങ്ങ ഇഷ്ടമാ, എന്താ ഉള്ളത്? ഞാൻ ഇങ്ങനെ മോളെ, ഞാൻ എന്തെന്നൊന്നും എനിക്ക് തന്നെ അറിയില്ല. ബിക്കോസ് ഐ ഹേറ്റ് യു, ഐ ലവ് യു, ഐ ഫ്രണ്ട്ലി യു. എല്ലാവരുടെയും പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാവരും കമ്പ്യൂട്ടർ ഷെയർ ചെയ്യണം. രണ്ടുപേരും ദിവസം ഇരിക്കുന്നുണ്ടെങ്കിലും രണ്ടുപേരും കമ്പ്യൂട്ടർ ഷെയർ ചെയ്യണം. ഓക്കെ? ഓ മാം, അതെനിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. നിനക്ക് കളിക്കാൻ തരില്ലേ? കളിക്കാനാണോ ലാബിൽ വരുന്നേ? പഠിക്കാനല്ലേ? അല്ല, നീ എനിക്ക് ലാബ് തരില്ല? അങ്ങനെ ഞാൻ പറഞ്ഞൂടാ കുട്ടാ. ഞാനായിരിക്കും മെയിൻ ലീഡ്, അത്രേ ഉള്ളൂ. ഒരു മേരിയില്ല, ഞാൻ കളിച്ചോളാം. ഓക്കെ? എല്ലാം ഫസ്റ്റ് ഞാനാ. സെക്കൻഡിൽ ടൈം ഉണ്ടെങ്കിൽ നിനക്ക് തരാം. എടി, എല്ലാ പ്രാവശ്യം നീ തന്നെ ആയിരിക്കും എന്റെ അടുത്ത്. ഓഫ് കോഴ്സ്. മിസ്സേ, ഫസ്റ്റ് എന്താ ചെയ്യണ്ടേ? ആപ്ലിക്കേഷനിൽ പോയിട്ട് ലൈബ്രറി ഓഫീസർ റൈറ്റർ എടുത്തിട്ട് നിങ്ങൾ രണ്ടുപേരെയും പറ്റി പാരഗ്രാഫ് തയ്യാറാക്കുക. എന്നിട്ട് രണ്ടുപേരുടെയും ഒരു ഫോൾഡർ തയ്യാറാക്കി അതിലേക്ക് സേവ് ചെയ്യാം. മനസ്സിലായോ? ടെക്സ്റ്റ് ബുക്കിലുണ്ട് എങ്ങനെ ചെയ്യേണ്ടെന്ന്, അതുപോലെ ചെയ്തോളൂ. ഓക്കെ മിസ്. മിക്സഡ് ആക്കി ചെയ്താൽ മതിയോ? ഓക്കെ, ഒരു സംഭവം ചെയ്താൽ മതി. നിങ്ങൾ രണ്ടുപേരും കൂടി ഒറ്റ പാരഗ്രാഫ് തയ്യാറാക്കിയാൽ മതി. ഐഡിയാസ് ഷെയർ ചെയ്യാം. ഓക്കെ? ഓക്കെ മിസ്, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. അപ്പൊ നീ എനിക്ക് ഷെയർ ചെയ്യാൻ തരുമോ? എന്റെ പട്ടി തരും. നീ എന്താ പറഞ്ഞേ? നിനക്ക് ചെവി കേൾക്കില്ല, എന്റെ പട്ടി തരുന്ന്. ഓ മൈ ഗോഡ്, നീ ഇംഗ്ലീഷ് ഒക്കെ പറയാ. എന്നാലും ഞാൻ നിനക്ക് അടുത്ത ലാബില് ഫസ്റ്റ് തരാം. അതിനു വേണ്ടി നമുക്കൊരു ചലഞ്ച് ചെയ്യാം. എന്ത് ചലഞ്ച്? നീ ശ്രദ്ധിച്ച് കേൾക്കട്ടാനോ? അപ്പൊ നമുക്ക് ഇപ്പൊ ആർട്സ് വരല്ലേ, അതുമായി ബന്ധപ്പെട്ട് ചിത്രരചന മത്സരം നടക്കുന്നുണ്ട് ലൈവായിട്ട് സ്റ്റേജിൽ വെച്ച്. അങ്ങനെയുള്ള ഒരു മത്സരം നിനക്ക് അറിയാവുന്നതല്ലേ? അറിയാവുന്നതാണല്ലോ. അപ്പൊ ആ ചിത്രരചന മത്സരത്തിന് നീ എന്റെ കൂടെ പങ്കെടുക്കണം. അതിൽ നീ ജയിച്ചാ നിനക്ക് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ ലാബിൽ ഇരിക്കാം. ഞാൻ ജയിച്ചാ എനിക്കും ഇരിക്കാം. എങ്ങനെ ഇരിക്കുന്നു? എടി, അതിലേക്ക് ചിത്രം വരയ്ക്കാനൊന്നും അറിയില്ല. അതൊന്നും എന്റെ പ്രശ്നമല്ല. എനിക്ക് സ്കൂളില് നിന്നെ തോൽപ്പിക്കണം, അത്രേ ഉള്ളൂ. പഠിപ്പിന്റെ കാര്യത്തിൽ ഞാൻ നിന്നെ എപ്പോഴും തോൽപ്പിച്ചു കഴിഞ്ഞു. ബട്ട് എല്ലാ വിധത്തിലും എനിക്ക് നിന്നെ തോൽപ്പിക്കണം, അതാണ് എന്റെ ലക്ഷ്യം. ഈ കോമ്പറ്റീഷനിൽ തയ്യാറാണോ? നീയുമായി മത്സരിച്ച് ഞാൻ ജയിക്കുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പൊ ഈ ചിത്രരചന മത്സരത്തിന് നീയും പങ്കെടുക്കുന്നു. നാളെയാണ് ലൈവായിട്ട് ചിത്രരചന മത്സരം നടക്കാൻ പോകുന്നത്. ഓക്കെ? അതിന് നമ്മുടെ ഹൗസ് ഒന്നും പറഞ്ഞില്ലല്ലോ. സെയിം ഹൗസ് ആണെങ്കിൽ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് കോമ്പറ്റീറ്റ് ചെയ്യാ? നോ 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 നോ, നീ എന്ത് മണ്ടിയാടി? ആർട്സ് സ്പോർട്സ് അല്ലേ അങ്ങനെ, ഇത് ആർട്ടല്ലേ? എന്ത് കുന്തോ ആയാലും എന്നൊന്ന് വെറുതെ വിട്ടൂടെ നിനക്ക്? ഞാൻ നിന്നോട് എന്ത് തെറ്റ് ചെയ്തിട്ടാ? ചക്കരെ, നിന്നെ കണ്ടപ്പോ തന്നെ അങ്ങ് വെറുത്തു പോയില്ലേ? എന്തൊന്നും ചെയ്യണം മുത്തേ? എന്താ ചെന്നി? അതായത് അവിടെ അടി നടക്കോ? എവിടെ അടി നടക്കുക? എന്റെ മോളെ, അവിടെ ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം കൂടെ അടിയ മോളെ. എന്തിനടി?
നിന്നോട് ഞാൻ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞത് ആൻമേരിയുടെ അടുത്താ. ഞാൻ കേട്ടെന്ന് വെച്ച് ഒന്നും വരാൻ പോകുന്നില്ലല്ലോ, ഒന്നും വരാനൊന്നും പോകുന്നില്ല. പക്ഷേ ഇത് നിങ്ങളെ ബാധിക്കുന്ന കാര്യാ. നിന്റെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്, അവർക്ക് ഇത് ലാബിൽ ഇരിക്കുന്നു. ആര് പറഞ്ഞു? ഞങ്ങളെ കടി ഉണ്ടാക്കുന്ന സ്ഥലത്ത് പോയിട്ട് അവർ അവിടെ നിന്ന് അടി ഉണ്ടാക്കുന്നുണ്ട്. എന്തിനാടി? ഉണ്ണിച്ചേട്ടന്റെ കടയത്തെ പിള്ളേരും പിന്നെ ഇവളുടെ ഗ്രാൻഡ് ഉദ്ഘാടനം ചെയ്ത അവിടുത്തെ പിള്ളേരും. ഉണ്ണിച്ചേട്ടന്റെ കടയിലും മലയാളം മീഡിയം, ഇവളുടെ കടയില് ഇംഗ്ലീഷ് മീഡിയം. ആഹാ, അടിപൊളി. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവളുടെ ഫ്രണ്ട്സ് മലയാളം മീഡിയത്തിന് കൂടെയാ. ഓ, അത് പിന്നെ അങ്ങനെയാണല്ലോ, മനസാക്ഷി ഇത്തിരി കൂടുതലല്ലേ. പിന്നെ അവര് കാരണമാണല്ലോ ആ ഉണ്ണിച്ചേട്ടന്റെ കട പോയത്. ആരാ പറഞ്ഞു ഉണ്ണിച്ചേട്ടന്റെ കട പോയിന്ന്? ഉണ്ണിച്ചേട്ടന്റെ കട അവിടെ തന്നെ ഉണ്ടല്ലോ, കണ്ടില്ലേ? മലയാളം മീഡിയത്തെ കുട്ടികളെങ്കിലും അങ്ങോട്ട് പോകുന്നില്ലേ? ഇംഗ്ലീഷ് മീഡിയം മാത്രമല്ലേ നിങ്ങളുടെ കടയ്ക്ക് വരുന്നുള്ളൂ. ഞങ്ങളും ഉണ്ണിച്ചേട്ടന്റെ കടയിൽ തന്നെ പോകുന്നത്. എന്നാ അവിടെ പൊരിഞ്ഞാടിയാ മക്കളെ, നിന്ന് വായത്തല്ലേ തല്ലുവാ. ഗേൾസ് ആണോ? അതെ, ഗേൾസ് തന്നെയാ. തല്ലും കുത്തൊന്നുമില്ല, വായ കൊണ്ട് നല്ല തന്നെ. അപ്പുറത്തെ ലാബിന് അങ്ങോട്ട് എളുപ്പമായിരുന്നു, അത് അവർക്ക് പോയത്. നമ്മളെ ലാബ് പെട്ടില്ലേ? നമ്മുടെ എല്ലാവരും റോൾ നമ്പർ ഒരുമിച്ചായതുകൊണ്ട് ഇവര് എന്നാത്തിന് അടി ഉണ്ടാക്കാൻ പോയിക്കുന്നേ. അടി ഉണ്ടാക്കരുന്ന്, നാളെ കെട്ടിട്ടേ അവർക്ക്. ഒന്ന് പോടി നീ. ഓ, ഞാൻ ഇങ്ങോട്ട് പോവാനാ. വാജന്നി, നമുക്ക് മിസ്സിനെ പെർമിഷൻ ചോദിച്ചിട്ട് ബാത്റൂമിലേക്ക് ഒന്ന് പറഞ്ഞ് പോവാം. അതെ, നടക്ക്. എന്റെ ദൈവമേ, എന്തിനായിരിക്കും അടി? പോയി നോക്കണോ? എങ്ങനെയൊക്കെ ഒന്ന് പോയി നോക്കാം. എങ്ങോട്ടാ? ലാബിലിരിക്കാൻ പറഞ്ഞല്ലേ ഞാൻ. അത് എന്തോന്ന് മിസ്, എന്താ വന്നിരിക്കുന്നേ? ലാബിൽ പോയിരുന്നേ. ഇപ്പൊ തന്നെ പാറു ഇച്ചാപ്പയ്ക്ക് പോയതിന് പ്രിൻസിപ്പൽ മാഡം ചീത്ത പറഞ്ഞ് ഇപ്പൊ ഇങ്ങോട്ട് വിട്ടിട്ടേ ഉള്ളൂ. അവരിങ്ങോട്ട് പോയിന്നറിയില്ല. അവിടെ തപ്പി നടക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടെ പോയിക്കകത്തേക്ക്. മിസ്, ഞങ്ങൾക്ക് ബാത്റൂമിൽ പോകണ്ടായിരുന്നു, പ്ലീസ് മിസ്. ഇപ്പോഴല്ലേ ഇന്റർവ്യൂ കഴിഞ്ഞത്, നിങ്ങൾക്ക് തപ്പ പോയിക്കൂടെ? ഇന്റർവ്യൂ കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മൂത്രമൊഴിക്കാൻ പോക്കൊരു പണിയാ. എടി നീ എന്ത് ചെയ്യും? മിസ് വിടുന്നില്ലല്ലോ. ആ തല്ലിൽ കുറച്ച് എരിമുളക്കിടാനും നിന്നെ വിളിച്ചേ. ഇനി നീയാണല്ലോ ഷോപ്പിന്റെ ഓണർ, നീ വേണ്ട തല്ലിനെ. അവിടെ തല്ലിനൊന്നും ടീച്ചേഴ്സ് അറിയുന്നില്ലേ? ഇല്ലടി, അത് സ്കൂൾ കോമ്പൗണ്ടിന്റെ പുറത്തല്ലേ, അവിടെ ടീച്ചേഴ്സ് ഇല്ല. ടീച്ചേഴ്സ് ഒക്കെ പകത്തല്ലേ. ഇനിയിപ്പോ ടീച്ചേഴ്സിന് ക്ലസ്റ്റർ അല്ലേ? നമ്മുടെ മിസ്സിന് ക്ലസ്റ്റർ ആയിരുന്നു. നമ്മുടെ IT പാഠം തീരാത്തോണ്ടല്ലേ മിസ് മാത്രം. അത് ശരിയാ, നമുക്കൊന്ന് മിസ്സിനെ സോപ്പിട്ട് നോക്കാം. മിസ്സേ, എന്താ? മിസ്സേ, മിസ്സിന്റെ സാരി അടിപൊളിയായിട്ടുണ്ടോ. എന്റെ ഗ്രാൻഡ് പാ എന്റെ മമ്മയ്ക്ക് വേണ്ടി ഇതുപോലെ ഒരെണ്ണം വാങ്ങിയത്. അതിന് അല്ല, അതിനൊന്നുമില്ല. അല്ല, മിസ്സിന് ഈ സാരി നന്നായി ചേരുന്നുണ്ട്, നന്നായിട്ട്. എന്താ ഒരു ചേർച്ച മിസ്സിന് ഈ സാരി, എന്താ ഒരു ഇതുപോലത്തെ സാരി എടുത്തപ്പോ ഇത്ര ഭംഗിയില്ലായിരുന്നു. മിസ് ഈ സാരി എടുത്തപ്പോ എന്താ ഭംഗി. മിസ്സിന് ചുരിദാറിനൊക്കെ ചെയ്യുന്നത് ഈ സാരിയാ. നല്ല സാരി. ഷോപ്പിംഗ് ആണോ? അല്ല മിസ്സേ, കാര്യം പറഞ്ഞതാ. കാര്യം പറഞ്ഞാൽ ഈ മിസ്സിന് മനസ്സിലാവില്ല. എന്താ മിസ്സേ, കാര്യം പറയുമ്പോ മിസ്സ് തമാശയാക്കാം. മിസ്സിനെ ഈ ഗോൾഡൻ സാരി കാണാന് ഐശ്വര്യ റായെ പോലെ തന്നെയുണ്ട്. എന്താ ഭംഗി, എന്താ ജോലി. ഓ, അത്രക്കൊക്കെ ഭംഗിയുണ്ടോ? അത്ര ഭംഗി ഇല്ലാന്നാണല്ലോ ഞാൻ വിചാരിച്ചത്. ഇത്രക്കൊക്കെ എന്റെ സാരിക്ക് ഭംഗിയുണ്ടായിരുന്നെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇപ്പൊ തന്നെ പ്രിൻസിപ്പൽ മാഡത്തിന്റെ കയ്യിൽ നിന്ന് വാക്ക് കേട്ടതിന് വരും ഞാൻ. എല്ലാവരും ക്ലസ്റ്റർ മീറ്റിംഗിന് പോയപ്പോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാടെടുക്കാൻ വേണ്ടി മീറ്റിംഗിന് പോലും പങ്കെടുക്കാതെ ഇവിടെ വന്ന് നിന്നു. അപ്പതേ 4 എണ്ണം കൂടി ചോദിക്കാതെ ക്ലാസ്സിൽ ഇറങ്ങി പോയിരിക്കുന്നു. അവിടെ ഇങ്ങോട്ട് തിരിച്ചു വരട്ടെ, കൊടുക്കുന്നുണ്ട് ഞാൻ. മിസ്സേ, അവരെവിടെയെന്ന് ഞങ്ങൾക്കറിയാം. എവിടെയാ? ഞങ്ങൾ കൂട്ടിക്കൊണ്ടുവരാം മിസ്സേ, ഞങ്ങൾ ഒന്ന് വിട്ടാൽ മതി. പിന്നെ നിങ്ങളെ തപ്പ ഞാൻ ഇറങ്ങേണ്ടി വരുമോ? മിസ്സിന് ഞങ്ങൾ വിശ്വസിക്കാം. ഞങ്ങളെ തപ്പ മിസ്സിന് വരേണ്ടി വരില്ല. മിസ്സിന് ഞങ്ങൾ 100% വിശ്വസിക്കാം. ഉറപ്പാണല്ലോ? അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവില്ലല്ലോ? ഇല്ല മിസ്സേ, ഞങ്ങൾ എന്തായാലും അവരെയും കൊണ്ട് ഇങ്ങോട്ട് വരും. കുറച്ച് വൈകും. അതെന്താ? അവരെ കണ്ടുപിടിക്കണ്ടേ? അവരെവിടെന്നൊരു സൂചനയുള്ളൂ. വൈകാനൊന്നും പറ്റില്ല. 10 മിനിറ്റുള്ളിൽ തിരിച്ചെത്തിയേക്കണം, അല്ലെങ്കിൽ വന്ന എല്ലാത്തിനും എന്റെ കയ്യിൽ പൊട്ടും. ഓക്കേ മിസ്. നടക്ക് ജെന്നി, നടക്ക്. കിട്ടിയ അവസരം നടക്ക്. അയ്യോ, ഇനി എന്തൊക്കെയാ നടക്കാൻ പോകുന്നതാവോ? ശത്രുക്കളെ തേടിയാ പോയിക്കുന്നേ.